സമ്പത്ത് ആർജിക്കുവാനും അതിനെ പരിപാലിക്കുവാനും അതിനെ വളർത്തുവാനും അത് പങ്കുവയ്ക്കുവാനും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സമ്പത്ത് അതിനാൽ തന്നെ നിഷേധാത്മകമല്ല. എന്നാൽ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് പലപ്പോഴും സമ്പത്തിനെ നിഷേധതലത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ജീസസ് ദ CEO എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സമ്പത്ത് മേഖലയിൽ തൻ്റേതായ ഇടം കണ്ടെത്തുകയും നൂതന കാൽവയ്പ്പുകൾ നടത്തുകയും ചെയ്ത ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ജനറൽ മാനേജരായും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും പ്രവർത്തിച്ച് സമ്പദ് മേഖലയിൽ നൂതന ചുവടുവയ്പ്പുകൾ നൽകിയ അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഡോക്ടർ VA ജോസഫ് സാർ. അദ്ദേഹത്തെ നമുക്കിന്ന് ജീസസ് ദ CEO എന്നുള്ള പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാം. സാറേ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാറിൻ്റെ പ്രൊഫൈലിലൂടെ ഞാനൊന്ന് കടന്നു പോവുകയായിരുന്നു. ഒരു വ്യക്തിക്ക് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും എത്രത്തോളം എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കിക്കാണുകയായിരുന്നു. MCom ഡിഗ്രി, LB ഡിഗ്രി, PhD ഡിഗ്രി, ഇങ്ങനെ PG ഡിഗ്രികൾ തന്നെ നിരവധിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാറ് സാമ്പത്തിക മേഖലയിലാണ് കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർത്ഥ്യമുള്ള ചില മേഖലകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ബാങ്കിങ് മേഖല വളരെ ഒരു ദുർഘടം പിടിച്ച മേഖലയാണ്. കാരണം നമ്മുടെ പണമല്ല, മറ്റുള്ളവരുടെ പണം നമ്മൾ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് അത് നമ്മളുടെ നിയന്ത്രണമില്ലാത്ത പലരുടെ കയ്യിലേക്ക് നമ്മളിത് കൊടുക്കുകയാണ്. അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക, അതുകൊണ്ട് പ്രയോജനപ്രദമായ രീതിയിൽ അവർ വളരുക, അതോടൊപ്പം ബാങ്കും വളരുക. പിന്നെ ബാങ്ക് നടത്തിപ്പിന് വേണ്ടിയിട്ട് പണം നിക്ഷേപിക്കുന്ന അവർക്ക് റീസണബിളായിട്ട് റിട്ടേൺ കൊടുക്കുക. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. 42.25 വർഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ 72 ജൂണിലാണ് ബാങ്ക് ജോയിൻ ചെയ്യുന്നത്. റിട്ടയർ ചെയ്യുന്നത് 2014 സെപ്റ്റംബർ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 42.25 വർഷം 2 ബാങ്കിലായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഒരു ബാങ്കിങ്ങിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ കൂടാതെ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ തമാശനെ ബാങ്കുകാർ പറയും ഒരു ജോലി കിട്ടാൻ എളുപ്പമാണ്, പക്ഷേ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് കൂടി. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സാധിച്ചു. അതിലങ്ങേറ്റ സന്തോഷം. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ സാർ കണ്ടെത്തിയ ഏതെങ്കിലും നിമിഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും? ഈ ഇത്രയും വർഷം കുഴപ്പം കൂടാതെ ഇറങ്ങിയെന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിപാലനയാണ്. കാരണം അതില്ലാതെ സാധിക്കുകയില്ല. കാരണം നമ്മൾ ഇന്ന് ഒരു ആൾക്കൊരു ലോൺ കൊടുക്കുമ്പം നമ്മൾ ആ ആൾ നാളെ എങ്ങനെ അയാളുടെ ബിസിനസ് എങ്ങനെയൊക്കെ പോകാം നമുക്കൊന്നും അറിയില്ല. ഇന്ന് ആ വരുന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് പാസ്സാക്കുന്നത്. വലിയൊരു റിസ്ക്, ഭയങ്കര റിസ്ക് അതിനകത്തുണ്ട്. എന്ത് സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിലും അതുപോലെ പ്രത്യേകിച്ച് ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ചില കാര്യങ്ങളിൽ യേസോ നോയോ പറയണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. യേസ് വേണേൽ പറയാം, നോ പറയാം. ചില തീരുമാനങ്ങളിൽ നമ്മളിത് രണ്ടും പറയേണ്ടാത്ത തീരുമാനങ്ങളുണ്ട്. അതായത് കാലം തന്നെ പരിഹരിക്കപ്പെടുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് യേസ് പറയേണ്ടതാണ്, നോ പറയേണ്ടതാണോ, മിണ്ടാതിരിക്കേണ്ടതാണോ എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും. ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകും, ധൈര്യമായിട്ട് പൊക്കോ, അല്ലെങ്കിൽ പോകണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റിങ്, നമ്മളുടെ തോന്നലുണ്ടാകും. ഈ തോന്നൽ എവിടെ നിന്നുണ്ടാകുന്നത് ഞാൻ തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് കൂടുതൽ ആലോചിക്കത്തില്ലെങ്കിൽ ചെയ്യും. അതൊക്കെ ശരിയായിട്ടേ ഉള്ളൂ. സാറിൻ്റെ വഴി ബാങ്കിങ് മേഖലയാണെന്ന് സാറിന് കൃത്യമായിട്ട് തിരിച്ചറിവുണ്ടായത്, അത് നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ പാഷനും നമ്മുടെ കരിയറും ഒന്നിച്ചാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ സാർ ബാങ്കിങ് മേഖലയിൽ തന്നെ വന്ന് പെടേണ്ട ആളായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ അന്നൊക്കെ ഇന്നത്തെ പോലെ അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ചിന്തിക്കും നമ്മളെങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലിയായി കുടുംബത്തിനൊരു ഭാരമാകരുത്, അന്ന് വിചാരിക്കുന്ന പേരൻസിനൊരു ബുദ്ധിമുട്ടാകരുത് ഉണ്ടാകരുത്. കഴിയുന്ന വേഗത്തിൽ ജോലി കിട്ടി ശമ്പളം കിട്ടിയാൽ അപ്പോൾ കിട്ടുന്നിടത്തേക്ക് എത്ര വേഗം പോകുക എന്നുള്ളത് നമ്മൾ അല്ലാതെ നമ്മളോട് ഇപ്പം ഇന്നത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് നോക്കി നമുക്ക് ചൂസ് ചെയ്യാനുള്ള കാലമല്ലായിരുന്നു. ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ മാഡത്തെ പോലെയൊക്കെ ഒരു പ്രൊഫസറൊക്കെ ആയിട്ടിരിക്കാനായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യം. കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിപ്പിക്കാനായിട്ട് വലിയ താല്പര്യം. പക്ഷേ അന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു 69-ലാണ് ബാങ്കുകൾ ദേശവൽക്കരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ബാങ്കിങ് മേഖല വളരെ വലുതാകാൻ പോകണം. പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെയുണ്ട്. ചിട്ടി കമ്പനികളുടെ തുടക്കം തൃശ്ശൂർ ഈ ബാങ്കിങ് മേഖലയിൽ ഒത്തിരി സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചതാണ്. അത് പിതാവിനെ സ്വാധീനിച്ച് കാണണം. ഇല്ല, അതുകൊണ്ടല്ല. അന്ന് തൃശ്ശൂരുമായിട്ട് ബന്ധമില്ലായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന കാലത്ത് ഈ ബാങ്കുകൾ ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ ഒരുപാട് ദേശസൽക്കരണം വന്നുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ വരും. അതുകൊണ്ടൊരു ഗവൺമെൻറ് ജോലിയാണല്ലോ. അന്നൊക്കെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അപ്പം
അതിലേക്ക് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു പിതാവിൻ്റെ ഒരു താല്പര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ബാങ്കിങ്ങിലേക്ക് പോയത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ജോലി അതായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അന്ന് ഞാൻ പറഞ്ഞാൽ ഓപ്ഷൻസ് കുറവായിരുന്നു, പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്ന ഒരു ജോലിയായിരുന്നു ബാങ്ക് ജോലി. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ സ്വാധീനിക്കാനും അനേകരുടെ ജീവിതത്തിന് വഴികാട്ടിയാകാനും സാറിന് സാധിച്ചില്ലേ? തീർച്ചയായിട്ടും എനിക്കങ്ങനെ അതിനെക്കുറിച്ച് ദുഃഖമില്ല. പക്ഷേ ഞാൻ പറയുകയായിരുന്നു അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നെ അന്ന് ചോദിച്ചാൽ അന്നതല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞാൽ ദൈവകൃപയാൽ കുഴപ്പം കൂടാതെ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഈ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഒരു ഗവൺമെൻറ് നാഷണലൈസ്ഡ് ബാങ്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ജോബ് സെക്യൂരിറ്റിയും അത് തരുന്നൊരു റെമ്യൂണറേഷനും റെപ്യൂട്ടേഷനും വിട്ടിട്ട് സാർ ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വരുന്നത്. ഇത്രയും ഒരു റിസ്ക് ഫാക്ടറിലേക്ക് എടുത്തു ചേരാൻ സാറിനെ പ്രചോദിപ്പിച്ച ഘടകം എന്താ? സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് 52 വയസ്സായിരുന്നു. അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്കിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ 8 വർഷം കൂടെ വർക്ക് ചെയ്യാമായിരുന്നു. അത് വളരെ അഷ്വേർഡ് ആയിട്ടുള്ളൊരു ജോലിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരുമ്പോൾ ഒരു ചെയർമാനായിട്ട് എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് 3 വർഷത്തേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. അതിനുശേഷം നമ്മളത് സക്സീഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടാമതൊരു എക്സ്റ്റൻഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു 55 വയസ്സിൽ നമ്മൾ പുറത്ത് വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഒരു വലിയ റിസ്ക് ആയിരുന്നു അത്. പക്ഷേ അന്ന് ഞാൻ കണ്ടതൊരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് ബാങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാം നമ്മൾ കൂടുതൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ച്, പിന്നെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് വന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം തരും, ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, പക്ഷേ ബാങ്ക് നന്നാക്കി കൊണ്ടുപോയാൽ മതി, ഫ്രീ ഹാൻഡ് തരാമെന്ന് പറഞ്ഞ് അതവർ തന്നു. അപ്പോൾ ഇതൊരു വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ പോരാൻ നമുക്കൊരു പ്രചോദനം കിട്ടി. ഞാൻ ഇൻഫാക്റ്റ് എൻ്റെ അമ്മയോടും വിളിച്ച് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് അവർ പ്രധാനമായിട്ട് അവരോടാണ് കൺസൾട്ട് ചെയ്തത്. അപ്പം അവരൊക്കെ തന്നെ ഒരു ഞാൻ മക്കളോടും പലപ്പോഴും കൺസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോനും പറഞ്ഞു ധൈര്യമായിട്ട് പോവുക, കാരണം ഒരു ചലഞ്ച് ഇതിലുണ്ടല്ലോ, ചലഞ്ചിലല്ലേ രസമായിരിക്കുന്ന ലൈഫിലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചലഞ്ചായിട്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു സാറിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് ഞാനൊന്ന് അനലൈസ് ചെയ്യുമ്പം സാർ അവിടെ കുറേ ഇന്നോവേഷൻസ് നടപ്പിലാക്കി. മമ്മൂട്ടിയെ ബ്രാൻഡ് അംബാസഡറാക്കി, യങ് ജനറേഷനെ കുറേ പേരെ അപ്പോയിൻറ്റ് ചെയ്തു, ബാങ്കിൻ്റെ ലാഭത്തെ വളരെയധികം ഉയർത്തി. അങ്ങനെയുള്ള ചില അച്ചീവ്മെൻറ്റ്സിൻ്റെ ഹൈലൈറ്റ്സ് അതൊക്കെ ഒന്ന് പറയാമോ സാറേ? അല്ല, ഞാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്കിൻ്റെ ശരാശരി ജീവനക്കാരുടെ വയസ്സായണ്ട് 49-50 അടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ പഴയ കാലത്ത് ജോയിൻ ചെയ്ത്, ഇപ്പോൾ ഈ ടെക്നോളജിയുടെ കാലമല്ല, ഇന്നിപ്പം വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പഴയ തലമുറയ്ക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം എൻ്റെ മക്കൾ അങ്ങനെയല്ല, അവർക്കത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ഗുണം, അവരവരോട് പറയുക എനിക്ക് ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഇന്ന ബ്രാഞ്ചിലേക്ക് പണം അയക്കണമെന്ന് പറഞ്ഞാൽ അവരത് ഓപ്പറേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണം പോയി കഴിഞ്ഞവിടെ. അത്ര ഫാസ്റ്റാണ്. അത് പഴയ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടറൈസേഷനോട് കൂടി ഒരു പുതിയ തലമുറ അവിടെ കൊണ്ടുവരേണ്ട വലിയൊരു ആവശ്യമായിരുന്നു. അത് 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ 49 നമ്മൾ 33 ആക്കുക. അപ്പോൾ 85-86 വർഷം പഴക്കമുള്ള ഒരു ബാങ്കിലെ ജീവനക്കാരുടെ ശരാശരി വയസ്സ് 33 എന്ന് പറയുമ്പോൾ ഒരു വലിയ ട്രാൻസ്ഫർമേഷനായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ടെക്നോളജി പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്രാഞ്ചസ് ബെറ്റർ. വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടി, അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു കാരണം വെച്ചാൽ ഇപ്പോൾ ഈ പഴയ പോലെയല്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ സമ്മാനം കിട്ടിയില്ല. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ പോലെയാണോ? ഇപ്പോൾ പണ്ട് ₹1.50 കൊടുക്കുന്ന സ്ഥാനത്ത് ഇപ്പം ആയിരക്കണക്കിന് രൂപയല്ല അവർക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും വേസ്റ്റ് ആകാതിരിക്കാനും അവരിലൊരു സേവിങ് ഹാബിറ്റ് തുടങ്ങാനും വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ അക്കൗണ്ട് തുടങ്ങി. അത് ആദ്യ വർഷം തന്നെ 7.5 ലക്ഷം അക്കൗണ്ട് ഞങ്ങൾക്ക് അതിപ്പോൾ അതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ രസം, ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ATM കാർഡ് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ത്രില്ലായി. ATM പോയി ക്യാഷ് എടുക്കുന്നു. അപ്പോൾ ഈ ക്യാഷ് ATM നിന്ന് എടുക്കാൻ വേണ്ടി ഇവർ പേരൻസിനോട് പൈസ വാങ്ങിച്ച് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് വീണ്ടും പൈസ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതൊക്കെ ബാങ്കിങ് ഹാബിറ്റ്സ് അവരിലുണ്ടാക്കി കൂടുതൽ പണം നിക്ഷേപിക്കണം തോന്നി. അപ്പോൾ പിള്ളേർ അനാവശ്യമായ വേസ്റ്റ് കുറച്ചു. അവർ ചെറുപ്പത്തിൽ തന്നെ ബാങ്കിങ് ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി. അപ്പോൾ ആ കാലത്താണ് നമ്മളൊരു ബ്രാൻഡിങ് ആവശ്യമായിരുന്നു. കാരണം ഇതൊരു ആരോട് ചോദിച്ചാലും പറയും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു പഴയ ബാങ്കാണല്ലേ, പഴയ ആൾക്കാരും പഴയ ഫർണിച്ചറും പഴയ കെട്ടിടം അങ്ങനെ പഴയതെന്നുള്ള അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മമ്മൂട്ടി ആ സമയത്ത് ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് അതെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഓൾഡ് ജനറേഷൻ ബാങ്ക് എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അതേസമയം HDFC ICICI എല്ലാം ന്യൂ ജനറേഷൻ ബാങ്ക്. ഇതിൻ്റെ അപ്പുറത്ത് എന്താ? അപ്പം നെക്സ്റ്റ് ജനറേഷൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് ഇനി ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ ലോഗോ മാറ്റേണ്ട ആവശ്യമില്ല, ഈ സ്ലോഗൻ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് 1000 വർഷം കഴിഞ്ഞാൽ നമുക്ക് പറ്റും, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കയ്യൊപ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പതിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ല, അതൊരു ഈശ്വരാനുഗ്രഹം. ഞാൻ പറയാം, ഇപ്പം ജീസസ് ഈ CEO എന്ന് പറഞ്ഞ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു സന്തോഷം,
ഇതൊക്കെ നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. തമ്പുരാനാണ്. അത് തമ്പുരാൻ്റെ. ഇപ്പം നമ്മളിതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാനിത് ചെയ്തു അല്ലേ, എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ഒരു ശക്തിയില്ലേ ആ ഒരു. അപ്പോൾ സാറ് ആ ടീം വർക്കിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സാറിന് ഒരു ടീം വർക്ക് ഉണ്ടായതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്? അതെ. ഒരാൾ വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല. ടീം വർക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയാമോ? ടീം വർക്കിൽ ഇതെന്നാ, ഇതൊരു സർവീസ് ഇൻഡസ്ട്രി അല്ലേ. ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പോലെയല്ല. ഒരുപാട് അവിടെ ഇരിക്കുന്ന ജീവനക്കാരുടെ സർവീസിനനുസരിച്ചിട്ടാണ് ഈ ബാങ്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്നും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം, ഒരേ രീതിയിൽ പ്രവർത്തിക്കണം, ഒരേ രീതിയിൽ പെരുമാറണം. അപ്പോൾ പലരും പറയും ഇന്ന ബാങ്ക് നല്ല ബാങ്കാന്ന് പറയും. ഈ നല്ല ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഇരിക്കുന്ന ജീവനക്കാർ നല്ല പെരുമാറ്റം, നന്നായിട്ട് സർവീസ് കൊടുത്താൽ അത് നല്ല ബാങ്കായി. അപ്പോൾ ഇവിടെ നമ്മൾ അതൊരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിച്ചു. കാരണം നമ്മൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കി ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമ്പം ഓരോ രീതിയിൽ വർക്ക് ചെയ്യുന്ന ടീമുകളെ നമുക്കറിയാമല്ലോ ആരൊക്കെ തമ്മിൽ നല്ല റിലേഷനുണ്ട്, ആരൊക്കെ തമ്മിലില്ല. ഇപ്പം നമ്മൾക്ക് റിലേഷൻ ഇല്ലാത്ത 3-4 പേര് ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ അവർ സ്ഥിരം അവരടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥാപനം നശിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിൽഡപ്പ് ചെയ്തു. പിന്നെ പുതിയ ജനറേഷനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് അവർക്ക് ഒരു പ്രൈഡ് ഉണ്ടാക്കിയെടുത്ത് ബാങ്കിൽ. അപ്പോൾ അവർ അതെല്ലാം എല്ലാവരുടെയും ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ബാങ്ക് നന്നാക്കണം. ഞാനൊരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ ചെന്നപ്പോൾ അവിടെ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണേ, ഇഫ് യു ഫൈൻഡ് സംതിങ് ഗുഡ് അബൌട്ട് ദിസ് ബാങ്ക് ടെൽ അതേഴ്സ്, ഇഫ് യു ഫൈൻഡ് സംതിങ് ബാഡ് അബൌട്ട് ദിസ് ബാങ്ക് ടെൽ അസ്. വളരെ വളരെ രസകരമായിട്ട് എനിക്ക് ആ ക്യാപ്ഷൻ തോന്നി. പൊതുവേ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്, നെഗറ്റീവ് ആയിരിക്കും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സാറിൻ്റെ ഈ കരിയർ ലൈഫിൽ നിഷേധാത്മകമായി സാറിനോട് അപ്രോച്ച് ചെയ്ത നമ്മുടെ തന്നെ ടീമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, അതിനൊക്കെ സാർ എങ്ങനെയാണ് നേരിട്ടെന്ന് പറയും? അതിപ്പം നമുക്കിപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നല്ല, നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വെറും മണ്ടത്തരാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യനും ഓരോ സൃഷ്ടികളല്ലേ ദൈവത്തിൻ്റെ. അപ്പം എല്ലാവരിലും ചില ഗുണങ്ങൾ കാണും, കുറവുകൾ കാണും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരിൽ എന്ത് നന്മയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെ നമുക്ക് എങ്ങനെ ഓർഗനൈസേഷന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ എല്ലാം തികഞ്ഞ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവമായിരിക്കണം. എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്നാണ് സാറേ, നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വേണം. ഏതൊരു ഡിസിഷനും കുറച്ച് പേരെ സന്തോഷിപ്പിക്കും, കുറച്ച് പേരെ വിഷമിപ്പിക്കും, അല്ലാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ശരിക്കും അതൊരു ക്രൈസിസ് മാനേജ്മെൻറ്റായിട്ട് ചിലപ്പോൾ വരും. അങ്ങനത്തെ ചില നിമിഷങ്ങളിൽ സാർ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തത്? ഇത്ര വളരെ സിമ്പിളാണിത്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ്, സ്ഥാപനത്തിന് വേണ്ടിയാണോ എന്ന് ആദ്യം നമ്മൾ ആലോചിക്കുക. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് തീരുമാനം എടുത്താലും അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബെനിഫിറ്റ് മാത്രമേ നമ്മൾ കാണാവുള്ളൂ. അല്ലാതെ നമ്മുടെ പോപ്പുലാരിറ്റിയോ നമ്മൾ നല്ലവനാണെന്ന് 10 പേര് പറയുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം ദൈവം നമ്മളോട് കാണിയല്ല. ഇതെൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു പണ്ട്. പുള്ളി വളരെ ഹാർഷായിട്ട് ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഒരാളെ അവിടെ നിന്ന് സാക്ക് ചെയ്യുന്നൊരു ഡേ ആണ്. അപ്പം ഞാൻ പോയി ചോദിച്ചു, ഇത്രയും ഹാർഷായിട്ട് ഒരു ഡിസിഷൻ വേണോ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ല ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇത് ചെയ്യുന്ന വഴി ഞാൻ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുക. ഒരു വളരെ അൺപ്ലസൻറ്റ് ഡിസിഷനാണ്. പക്ഷേ ഞാനിത് ചെയ്യുന്നത് ഒരു മെസ്സേജ് കൊടുക്കാനാണ്. ഇന്നതുപോലെ ചെയ്താൽ ഇന്നത് ചെയ്യുന്ന താഴോട്ടുള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ സ്ഥാപനം നന്നാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് കാണും, നമുക്കൊന്നും സംഭവിക്കത്തില്ല, എല്ലാവരും എതിർത്തോട്ടെ. പക്ഷേ അൾട്ടിമേറ്റ്ലി പക്ഷേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി നമ്മളൊരാളോട് വൈരാഗ്യത്തോടു കൂടി പെരുമാറുകയോ ദുരുദ്ദേശത്തോടുകൂടിയാണ് ഒരിക്കലും ദൈവം നമ്മളോട് കാണിയില്ല, നമുക്ക് പ്രശ്നം ഉണ്ടാകും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ അൺപ്ലസൻറ്റ് ഡിസിഷൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എല്ലാം ആ സ്ഥാപനത്തിൻ്റെ നന്മയെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. സാറേ, നമുക്കതിനെ ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലും കാണാൻ സാധിക്കുമല്ലോ. ഇപ്പം ആത്മീയത എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം, ഭരമേൽപ്പിക്കപ്പെട്ടവയോടുള്ള വിശ്വസ്തതയാണ് ആത്മീയത. അപ്പം നമ്മളെ ഭരമേൽപ്പിച്ച ജോലി, നമ്മളെ ഭരമേൽപ്പിച്ച സ്ഥാപനം, ആ സ്ഥാപനത്തോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയും നമുക്ക് ആത്മീയതയുടെ മാനദണ്ഡമായിട്ട് കണക്കിലെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. അതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? നമുക്ക് ഒരു ദൈവികമായിട്ടുള്ളൊരു ഒരു ചിന്ത നമ്മൾ തരികയാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇരുന്ന് ഇവിടുന്ന് ശമ്പളം മേടിക്കുന്ന ഈ സ്ഥാപനം നന്നാക്കി നടത്തി, നിങ്ങളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ആളുകളെ സന്തോഷിപ്പിക്കാനല്ല. പലപ്പോഴും എല്ലാവരും ശ്രമിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാവരെയും ഹാപ്പിയാക്കാൻ ശ്രമിക്കും. അതൊരിക്കലും നടക്കത്തില്ല. ഒരു സ്ഥാപനത്തിൽ കുറേ നല്ല തീരുമാനം, ഇപ്പം ജോലി ചെയ്യാതിരിക്കുന്ന ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. നമ്മൾ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെടണമെന്നില്ല. ജോലി എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പലപ്പോഴും വെറുതെ നടന്നവരോട് കൂടുതൽ സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്ക് അവർ എതിർക്കും. പക്ഷേ ഒരു സ്ഥാപനം നശിച്ചു. അപ്പോൾ ചില സമയത്ത് നമുക്ക് വളരെ ഹാർഷായിട്ടും ടഫായിട്ടും ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനം നന്നാവുള്ളൂ. സ്ഥാപനമാണ് വലുത്. സ്ഥാപനമാണ് വലുത്, വ്യക്തിയല്ല. കാരണം 1-2 വ്യക്തികളുടെ സന്തോഷം കുറഞ്ഞാൽ പോലും ഒരു പക്ഷേ 1000 അല്ല 2000 പേർക്ക് നമുക്കൊരു പക്ഷേ അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളൊരു ഡെക്കേഡ്സ് മുന്നിൽ കാണണമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. സാർ, യുവജനങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ യുവജനങ്ങൾക്ക് സമ്പത്തിനോടോ പണത്തിനോടോ ഒക്കെയുള്ള മനോഭാവമോ കൈകാര്യം ചെയ്യലോ ഒക്കെ സാറിൻ്റെ കാഴ്ചപ്പാട് അത് എപ്രകാരമാണ്? ഞാൻ യുവജനങ്ങളെ ഒരിക്കലും അതിനെ കുറ്റം പറയത്തില്ല. അവരുടെ കാഴ്ചപ്പാട്
വളരെ നന്നായിട്ട് കാണുന്ന യുവജനങ്ങളുണ്ട്, അല്ലാതെ രീതിയിൽ കാണുന്നവരുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പരിധി പ്രധാനപ്പെട്ട ഒരു കാരണം പണ്ടൊക്കെ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഓരോ പണത്തിൻ്റെ വില ഒരു വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. ഒരു പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അവൻ തന്നെ പോയി എങ്ങനെ കടം മേടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കടം കിട്ടാൻ സാധ്യതയുള്ളിടത്ത് പോയി മേടിച്ച് വളരെ കഷ്ടപ്പെട്ട ഒരു ലൈഫായിരുന്നു. ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ പിതാവിനോടോ അല്ല വീട്ടിൽ വിളിച്ച് പറയുകയാണ് എൻ്റെ അക്കൗണ്ടിലെ പൈസ തീർന്നെന്ന് പറഞ്ഞുകൊണ്ടുകൂടി അവൻ്റെ ടെൻഷൻ തീർന്നു. പിന്നെ അപ്പനും അമ്മയ്ക്കുമാണ് ടെൻഷൻ. അവർ 10 പ്രാവശ്യം അവനെ വിളിച്ച് ചോദിക്കടാ നീ എടുത്തോ കാശ് എടുത്തോ. അവന് ചിലപ്പോൾ അടുത്ത ആഴ്ച ആവശ്യം കാണുള്ളൂ. എന്നാലും അവൻ കാശ് എടുക്കുന്നിടം വരെ വീട്ടിൽ നിന്ന് ഫോൺ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കും. മോനെ അത് എടുത്തോ, എടുത്തില്ലേ ഉടനെ പോയി എടുത്തോ കേട്ടോ, ഞങ്ങൾ ഇപ്പോൾ അക്കൗണ്ട്. അവർക്ക് ടെൻഷനായി ആ സമയം മുതൽ. അപ്പോൾ പലപ്പോഴും പറ്റുന്ന ഈ അടുത്ത കാലത്ത് ഞാനൊരു ബുക്ക് വായിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ തലമുറ ക്രൈസിസുകളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. കാരണം അവരിതൊന്നും ഫേസ് ചെയ്തിട്ടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എല്ലാം പേരൻസിനെ വിളിച്ച് പറഞ്ഞ് അവർ സോൾവ് ചെയ്തു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ജീവിതത്തിലെ വളരെ കഷ്ടപ്പാടിൽ നിന്ന് ദുഃഖം എല്ലാം അനുഭവിച്ച് അവനെ ഒരുപാട്. ഇപ്പോൾ അവർ പറയുന്നത് ഒരാൾക്കൊരു പ്രൊമോഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഫെയിലായിട്ടുള്ള ഒരുത്തനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എപ്പോഴും വിജയിച്ചവനൊക്കെയായി കൂടുതലായിട്ട്. മനസ്സിലായില്ലേ? കാരണം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നവനൊരു ഫെയിലിയർ വന്നാൽ അവനെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫെയിലിയർ വരുമ്പോൾ അവൻ കംപ്ലീറ്റ് തകർന്നു പോകും. അതേസമയം ഫെയിൽ ചെയ്ത് തിരിച്ചു വരുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ മിടുക്കര്. കാരണം പരാജയപ്പെട്ടു, അവൻ കൂടുതൽ മെച്യൂരിറ്റി ആയി, അവൻ ഭയങ്കര എഫിഷ്യൻ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഇമോഷണൽ ക്വസ്റ്റ്യൻ്റ് ഒക്കെ അങ്ങ് വളർന്നായിരിക്കും വളരെ വളരെ. അപ്പോൾ അവരെവിടെ പോയി കിടന്നാലും അവർ വിജയിക്കും ലൈഫിൽ. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ മറ്റേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഇന്നത്തെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് പേരൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഇന്നത്തെ യുവജനങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ട്? അതിൻ്റെ ഒരു പ്രധാന കാരണം പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ജോയിൻറ്റ് ഫാമിലി ഒരു വലിയ ഡിഫറൻസ് അവരിൽ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലെ കൊച്ചുമക്കൾ എല്ലാവരും കൂടെ കൂടി, ഇപ്പം സെക്കൻഡ് കസിൻസ് വരെ എല്ലാവരും ആ ഒരു കുടുംബത്തിലെ സ്വന്തം ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ പോലെ കഴിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഈ വീട്ടിലുള്ള ബ്രദേഴ്സ് തന്നെ കുറച്ച് കഴിയുമ്പോൾ 2 സ്ഥലത്തോട്ട് പോയി അവർ തന്നെ വൺസ് ഇൻ 2 ഇയേഴ്സോ 3 ഇയേഴ്സോ അവർ കാണുന്നത്. അപ്പോൾ അന്നത്തെ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അവർ തമ്മിലില്ല. അപ്പോൾ ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ തന്നെയാണ് ഈ പിള്ളേരും വളർന്നു വരുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ സ്വഭാവത്തെയും ചിന്തകളെല്ലാം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാങ്കിങ് സെക്ടർ ഇങ്ങനെ വളർന്നതോടുകൂടി ക്രെഡിറ്റ് എക്കോണമി വളരുകയാണ്. എല്ലാം ക്രെഡിറ്റിൽ കിട്ടും. ബൈക്ക് വേണമെങ്കിലും വീട് വേണമെങ്കിലും എല്ലാം. അങ്ങനെ വന്നോണ്ട് മലയാളിയുടെ കടബാധ്യതകൾ കൂടി വരികയല്ലേ? മലയാളികളുടെ തന്നെയല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും കടബാധ്യത കൂടി വരിക. കാരണം എവിടെ നിന്ന് കാശ് കിട്ടിയാലും ആളുകൾക്കൊരു മേടിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. പലപ്പോഴും ഈ കടം മേടിക്കുന്നവർ ചിന്തിക്കേണ്ട ഇത് വല്ലവരുടെയും പണമാണ്, ഞാൻ ഈ നാളെ തിരിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണമല്ലോ പണം മേടിക്കാനായിട്ട്. പലപ്പോഴും ഇത് പിന്നെ രണ്ടാമത് നമ്മളെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്കുള്ളത് കൊണ്ട് വേണം നമ്മളെപ്പോഴും ജീവിക്കാനായിട്ട്. അല്ല പലപ്പോഴും മലയാളിയുടെ ഏക ഹാബിറ്റ് പ്രത്യേകത ഞാൻ കണ്ടത്, അവരെപ്പോഴും വേറൊരാൾക്കുണ്ടെങ്കിൽ എനിക്ക് ആ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ മുമ്പ് കടം മേടിച്ചിട്ടാണെങ്കിലും ആകാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രതയുണ്ട്. അവിടെയാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ ആണ്. പണ്ട് നമ്മളൊരു 50 വയസ്സിലെ വീട് മേടിക്കണം എന്നുള്ള പണ്ട് മതി. ഇപ്പോൾ 25-കാരനും 30-കാരനും ഇപ്പം തന്നെ വീട് വെച്ച്, പണ്ട് 50 വയസ്സുകാരൻ 55 വയസ്സുകാരൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ 25-ആം വയസ്സിൽ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗാണ്. നാച്ചുറലി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് ഇവർക്ക്. ഈ വളരെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു തിയറിയാണ്. ഡെഫിനറ്റ്. നമുക്കെപ്പോഴും ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ നമ്മൾ കണ്ടിന്യൂസ് യങ്സ്റ്റേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് അവരെ ബോധവൽക്കരണം കൊടുത്ത് അവരെ ബാലൻസ്ഡ് ആക്കി ഒന്നുകൊണ്ടും കുലുങ്ങാത്ത രീതിയിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അവരെ ബാങ്കിങ്ങിനെ ലോൺ കൊടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ? അല്ല, അങ്ങനെ കൊടുക്കാൻ ആളുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് തരാൻ ഒരുപാട് പേര് കാണും. പക്ഷേ മേടിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ട, എനിക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കിയിട്ട് വേണ്ടത്. ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാം ലൈഫിൽ ദൈവം നമുക്ക് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പോസ്റ്റ്പോൺ ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ ആവശ്യമുള്ള കാര്യമായിരിക്കത്തില്ല. രണ്ടാമത് ഇതെന്നെക്കൊണ്ട് ഒരു ബേർഡനായിട്ട് വരികയാണ്. ഇപ്പോൾ ഇത് മേടിച്ചിട്ട് ഇവൻ ത്രൂ ഔട്ട് ലൈഫ് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വീട് വയ്ക്കും, ഒരു സ്റ്റോറി ആയിട്ടുള്ളൊരു റീസണബിളി നല്ലൊരു വീട് വയ്ക്കാൻ പറ്റുന്ന ഒരാളെ ഒരു 2-3 സ്റ്റോറി പണിയണമെന്നുള്ള പ്ലാനോട് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് പണി കഴിയുമ്പോൾ വിറ്റ് കളയുക. അപ്പോൾ അതൊക്കെ ഒട്ടും ഇത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ 5 കൊല്ലം കഴിഞ്ഞ് ഇതും കൂടെ അടച്ചിട്ട് അടുത്ത പണിയാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒട്ടും കാൽക്കുലേറ്റഡ് അല്ലാത്ത എഫർട്ട്സ് കൊണ്ട് വരുന്നതാണ് ലയബിലിറ്റീസ്. ഇങ്ങനെയുള്ള ഈ പണത്തിൻ്റെ ചില സാധ്യതകൾ കിടക്കുന്നതുകൊണ്ടാണ് ടാസ്ക് ഓറിയൻറ്റഡ് പീപ്പിൾ, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ പ്രോജക്റ്റ് ചെയ്ത് കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും ഇത്ര പെട്ടെന്ന് ഞാൻ പണക്കാരനാണെന്ന് സ്ഥാപിച്ചു വെക്കാനുള്ള വ്യഗ്രതയും ഈ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. ഈ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് അപ്രോച്ചിനോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ പണം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും പണം സമ്പാദിക്കുന്ന യാതൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ പറയുന്നൊരു വ്യക്തി അവനെ അത്യാവശ്യത്തിന് എക്സസൈസിനുള്ള സമയം,
ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഇന്നിപ്പം ഈ പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത പലർക്കും വീട്ടിൽ വരാൻ സമയമില്ല, കുട്ടികളെ അവർ കാണുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഴുവൻ നമ്മൾ അവരുടെ സ്വഭാവം ശരിയല്ലെന്ന് കുറേ നാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല പ്രായത്തിൽ അവരോട് കൂടി ഇരിക്കേണ്ട സമയത്ത് ഇവർക്ക് വേണ്ടി തന്നെ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ. പക്ഷേ അവരത് അറിയുന്നില്ല, അവരെ ഇവിടെ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ജനറേഷൻ വളർന്നു വരുമ്പോഴത്തേക്ക് അവർ വിചാരിച്ചിരിക്കുന്ന അപ്പൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കിയാൽ അൾട്ടിമേറ്റ് അല്ല എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവർ വരിക. അതാണ് അതിൻ്റെ ഒരു ഡേഞ്ചർ. റിലേഷൻഷിപ്സിനെയൊക്കെ ഒത്തിരി ബാധിക്കുന്നു, ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡൈവേഴ്സ് ഒക്കെ കൂടാനുള്ള ഒരു റീസൺ ഈ ടാസ്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് ആണെന്ന് പറയാം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് തീർച്ചയായിട്ടും മനുഷ്യർ കൊണ്ടുപോകണം. കാരണം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലി ഇല്ലെങ്കിൽ എന്നാ കാര്യം? പക്ഷെ പണത്തോട് നിഷേധാത്മകമായി കാണുന്നവരുമുണ്ട്, പണം ഇല്ലാത്തതാണ് നല്ലത്. പക്ഷെ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടവരാണോ? അല്ല, എന്ന് നമ്മുടെ ബൈബിളിൽ പോലും പണം വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വിതയ്ക്കാൻ കൊടുത്ത ഒരാൾ, അത് വർദ്ധിപ്പിച്ച ഒരാളെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പം ഞാൻ പറയുന്നത് പണം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, പക്ഷേ ഒരാവശ്യത്തിനായിരിക്കണം. അതിൻ്റെ ഒരു ഷെയർ നമ്മൾ ചാരിറ്റി ചെയ്യാനുള്ള ചെയ്യണം, ഇതെല്ലാം പങ്കുവയ്ക്കണം, ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ ഒരു പണം മാത്രം ഉണ്ടാക്കി ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായാലും എല്ലാം തികയെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പറയാറുണ്ട്, ഇഫ് യു കാൺ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു. അങ്ങനെ അതാണല്ലോ പലപ്പോഴും വന്ന് ഈ കടക്കണിയിലൊക്കെ വന്നത്. അപ്പോൾ മണി മാനേജ്മെൻറ്റ് എന്നുള്ളത് പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ല, അത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ ഫോർമേഷൻ ആണെങ്കിലും ദൈവവിശ്വാസമാണെങ്കിലും മണി മാനേജ്മെൻ്റ് ആണെങ്കിലും പണ്ടൊക്കെ നമ്മുടെ കാരണന്മാരടുത്തിരുന്ന് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു തരും. ഇപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചെറുപ്പത്തിൽ എപ്പോഴും പറയുമായിരുന്നു, നിൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ പോയാൽ നീ അറിഞ്ഞിരിക്കണം, അത് പൊക്കോട്ടെ, പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടായിരുന്നു, അതിലൊരു 10 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതി, എവിടെ പോയെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് നമ്മൾ അറിയാത്തവന് പണം ഉണ്ടായിട്ട് കാര്യമില്ലെന്ന് പറയും. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പം നമ്മുടെ മനസ്സിലത് എപ്പോഴും കാണും. ഇന്ന് ഞാനെടുത്ത പൈസ എൻ്റെ കയ്യിലുണ്ടോ, അത് ഇത്ര രൂപ ചിലവായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുടെ മുഴുവൻ ബേസിക് ഇഷ്യൂ ഒരു 5 to 10 ഇയേഴ്സിനുണ്ടാകുന്ന ഇപ്പോൾ ദൈവഭക്തി ആണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലെ അറിവ്, ഇതെല്ലാം ക്യാരക്ടർ ഫോർമേഷന്, റിലേഷൻഷിപ്സ്, ഇതെല്ലാം ഈ ചെറുപ്പത്തിലുണ്ടാക്കേണ്ടത്. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് പോകത്തില്ല. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പം പേരൻസിന് ടൈം ഇല്ലാതെ വരുമ്പം ഫ്രണ്ട്സാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ആ ഫ്രണ്ട്സിൻ്റെ ആ ഇൻഫ്ലുവൻസ് പണ്ടത്തെ 10 ഇരട്ടിയായിരുന്നു. പണ്ട് പേരൻസിനായിരുന്നു ഇൻഫ്ലുവൻസ്, ഇന്നത് അവരിലേക്ക് പോയി. അതിൻ്റെ കാരണം അവർ കൂടുതൽ സമയം ഫ്രണ്ട്സുമായിട്ടാണ് ചിലവാക്കും. അപ്പോൾ പല പേരൻസിൻ്റെയോട് പറയാറുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും അവർ നിൽക്കത്തില്ല, അവരുടെ ഫ്രണ്ട്സ് പറയുന്ന പോലെ കേൾക്കുകയുള്ളൂ. കാരണം നമ്മളിൽ നിന്ന് അവരിലേക്ക് പോയത് നമ്മൾ അറിഞ്ഞില്ല. അതാണ് അതിനകത്തെ ബേസിക് ഇഷ്യൂ. സാറ് പറഞ്ഞതുപോലെ നമ്മളാരും ദാരിദ്ര്യത്തിൽ കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു സന്ദേശം തന്നെ ഇല്ല. ദൈവം നമുക്ക് തന്ന താലന്തുകളും കഴിവുകളൊക്കെ ഉപയോഗിച്ച് നന്നായി ജീവിക്കണമെന്ന് തന്നെയാണ്. ഇന്നത്തെ യുവതലമുറ തൊഴിലന്വേഷകരാണ്, അതിനേക്കാളേറെ അവർ തൊഴിൽ നൽകുന്നവരായി. നമ്മളൊരു എൻ്റർപ്രണർഷിപ്പിലേക്കോ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്കൊക്കെ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആ തലത്തിൽ നമ്മുടെ യുവജനങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ജോലിയും നമുക്കില്ലേ? അല്ല, അതിൻ്റെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇപ്പം കോളേജ് പഠിപ്പിക്കുന്നവരാണെന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ചുകൂടെ എന്നെക്കാളും ആധികാരികമായിട്ട് അറിയാവുന്ന ആളെങ്കിൽ എൻ്റെ ഒരു റീഡിങ്, നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് ആയിട്ട് ഉടച്ച് വർക്കേണ്ട ഒരു കാലമായി. നമ്മൾ പഠിക്കുന്നതും നമ്മൾ പോകുന്ന ജോലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ചെറുപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്തുമാത്രം ഞാൻ ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് എല്ലാം നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു തൊഴിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ അവരുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് അവരെ മാറ്റണം. ഇപ്പോൾ ഇതിനകത്ത് 2 ഇഷ്യൂസ് ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ പേരൻസിൻ്റെ ഫുൾഫിൽ ചെയ്യാത്ത ഡ്രീംസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഭയങ്കരമായിട്ട് അവർക്ക് സ്ട്രെസ് കൊടുക്കും. രണ്ടാമത് ഓരോ കുഞ്ഞിൻ്റെയും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അവർക്ക് എന്തിനോടാണ് താല്പര്യം. പാട്ട് പാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാട്ട് പാടിക്കുക, അതിനകത്ത് എന്നാ തെറ്റ്, നല്ല പാട്ടുകാരായിട്ട് വരട്ടെ. ഡാൻസാണ് ഡാൻസ്, തയ്യലാണെങ്കിൽ തയ്യൽ, എംബ്രോയിഡറി ആണെങ്കിൽ അത്, ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈൻ, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. ശരിക്കും ഇതിലേക്ക് അവർക്ക് നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുത്ത് ഇവരൊക്കെ പാസ്സായി വരുമ്പോൾ സ്വന്തമായിട്ട് ഇന്നാണ് ബാങ്ക്സ് ഈ പറഞ്ഞാൽ ഇഷ്ടം പോലെ വായ്പ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവരെ കൊണ്ട് കംപ്ലീറ്റ് അവരുടെ സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങൾ തുടങ്ങി ഇവർക്കെല്ലാം ശരിക്കും എംപ്ലോയിഡ് ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു എക്കോണമി വളരുവാൻ നമുക്കൊത്തിരി പ്രകൃതി വിഭവങ്ങളുമൊക്കെ ഉണ്ട്. വ്യക്തികൾ വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മൊത്തത്തിലൊന്ന് സാമ്പത്തികമായിട്ടൊന്ന് കുതിച്ചുയരാനും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ? നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, ദൈവം തന്നൊരു ഭാഗ്യം, ഞാൻ ഇപ്പോഴും പറയുന്ന ടൂറിസമാണ്. കേരളത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ലോകത്തിലെവിടെയാണ് ശരിക്കും ഒരിടത്തും ഇല്ല. പക്ഷേ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയോ ഡിസൈൻ, എന്തുമാത്രം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാകാമായിരുന്നു. ശരിക്കും നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ്സൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. റെഗുലറായിട്ട് ടൂറിസ്റ്റിനെ നമ്മൾ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും തൊഴിലന്വേഷിച്ച് അങ്ങ് പുറത്തോട്ട് പോകേണ്ട യാതൊരു ആവശ്യം അവർ ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ടൂറിസം മാത്രം ഫോക്കസ് ചെയ്താൽ
നമ്മുടെ വരുമാനം കൂടും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടും, ബെറ്റർ റോഡ്സ്, ഇതിനെല്ലാം പക്ഷേ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ റെഡിയാക്കണം, നല്ല റോഡ്സും നല്ല നല്ല സർവീസുകളും. പക്ഷേ ഞാൻ പറയായിരുന്നു നമ്മുടെ സൗന്ദര്യം നമ്മൾ ശരിക്കും അത് എൻകാഷ് ചെയ്തിട്ടില്ല കേരളത്തിൻ്റെ. നമ്മളിപ്പോഴും മൊണോപ്പൊളിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. വളരെ നന്ദി സാറേ. ഈ പ്രത്യേകിച്ച് സാറിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള ചില ഇന്നൊവേഷൻസൊക്കെ പറഞ്ഞതിനും യുവജനങ്ങളുടെ വളർച്ചയിലുള്ള സാറിൻ്റെ താല്പര്യവുമൊക്കെ സാർ ഞങ്ങളോട് പങ്കുവച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ബാങ്കിങ് മേഖലയിൽ അഗ്രഗണ്യ സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ വി എ ജോസഫ് സാറാണ്. സാറിൻ്റെ കുടുംബവിശേഷങ്ങളും ആത്മീയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.